പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ജൂൺ മാസം 4-ാം തീയതി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിർത്താതെ പെയ്ത മഴ കേരളത്തിൽ എല്ലായിടത്തും നാശനഷ്ടമുണ്ടാക്കി. ഏറെക്കുറെ എല്ലാ ജില്ലകളിലും മഴ ഭീതി വിതച്ചു. എന്നാൽ ഇന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. നിർത്താതെ പെയ്യുന്ന അവസ്ഥയില്ല. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതാണ്ട് മാറി എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നും മുറിക്കുള്ളിൽ വെള്ളമുള്ള, ചില വീടുകളിൽ കഴുത്തൊപ്പം വെള്ളമുള്ള കുടുംബങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോയും ഇതിലെ കാഴ്ചകളും നിങ്ങൾക്ക് തീർത്തും അവിശ്വസനീയമായിരിക്കും. ഇനി മുന്നോട്ടുള്ള ഒരു മാസം, ഒരുപക്ഷെ അതിൽ കൂടുതൽ ദിവസങ്ങൾ ഇവർ ഈ അഴുക്ക് വെള്ളത്തിൽ കഴിയേണ്ടി വരും. ഇതിനിടയിൽ കാലവർഷം കനത്താൽ അത് വീണ്ടും നീളാം. നിങ്ങൾ ഇവരുടെ അവസ്ഥ ഒന്ന് കാണൂ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാണ്. അങ്ങോട്ട് പോകും തോറും ആഴം കൂടി വരികയാണ്. ഇവിടെ ഉണ്ടോ? നിങ്ങൾ എത്ര പേരുണ്ടോ മേളില്? ജനല് വരെ മുങ്ങി. ഞങ്ങൾക്ക് മേളിൽ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് നിൽക്കാനൊക്കത്തില്ല. വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റുമോ? എല്ലാം എവിടിട്ട് വെക്കാൻ പോലും ഒരു സ്ഥലമില്ല. വീട്ടിൽ ഇത്രയും വെള്ളമുണ്ട്, അരയറ്റം. നല്ല വെള്ളമാണ് പോട്ടെ, പക്ഷെ ചെളി നിറഞ്ഞ് ചെളി പുരണ്ടിരിക്കുന്ന വെള്ളം. ഞങ്ങളുടെ അവസ്ഥ കണ്ടാൽ ഞങ്ങളുടെ പെരയ്ക്കകത്ത് കയറണം. ആ വീട് പോവല്ലോ. എത്ര വീടിപ്പം പോയി. നാൽക്കാലികളെയൊക്കെ അവർ ബണ്ടിന് മുകളിലൊരു ചെറിയൊരു വിരി വലിച്ചു കെട്ടി അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാം പേടിച്ചോടി പോവായിരുന്നു. മനുഷ്യരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. ഇതിനൊരു പരിഹാരമില്ലേ? ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് അല്പം ലെങ്ത് ഉള്ള വീഡിയോയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സാധിക്കുമെങ്കിൽ ഇത് മുഴുവനും കാണണം. ഇവർക്ക് അനുകൂലമായ ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുന്നത് വരെ ഇത് ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ കാണുന്നത് കൈനഗരിയിലെ കുട്ടമംഗലം എന്ന പ്രദേശമാണ്. കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടുത്തെ മുറ്റങ്ങളിൽ കുട്ടികൾ ഓടിക്കളിച്ചിരുന്നു. അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഒക്കെ ഗ്രൗണ്ടുകളിൽ, പാടങ്ങളിൽ ചെറുപ്പക്കാരെല്ലാം ഒത്തുചേർന്നിരുന്നു. തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവിടങ്ങളിലെല്ലാം വള്ളത്തിൽ മാത്രമേ പോകാനാവൂ. വള്ളവും വെള്ളവും ഇപ്പോൾ മുറിക്കുള്ളിലെത്തിയിരിക്കുന്നു. വള്ളത്തിനൊപ്പം വീട്ടിലേക്ക് കയറി വരുന്ന ഇഴജന്തുക്കൾ വേറെയും. വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ചിന്ത വരാം, ഇത് കുട്ടനാടല്ലേ, കുട്ടനാടിന്റെ ഭൂപ്രകൃതി ഇങ്ങനല്ലേ എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, വെള്ളത്തിന്റെ ദുരിതം തുടർക്കഥയാവാത്ത, മടവീഴ്ച ഭീഷണി നേരിടാത്ത പാടശേഖരങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ശക്തിയുള്ള പുറംബണ്ടുകൾ ഉണ്ട് എന്ന് മാത്രം. ഈ വെള്ളത്തിലും അവർ തങ്ങളുടെ വീടുകളിൽ കഴിയുന്നു. വീടിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിവ. അതുപോലെ മറ്റൊരു സങ്കടക്കാഴ്ച കൂടി ഞങ്ങൾ കണ്ടു. ഒരു വീട്ടിൽ പ്രായമായി കിടപ്പിലായ ഒരു സ്ത്രീ, ഒരമ്മ കഴിയുന്നു. ആ വീടിന്റെ മുറിക്കുള്ളിലും കട്ടിൽ കാലിനടിയിലുമെല്ലാം വെള്ളമാണ്. ഞങ്ങൾ വള്ളത്തിൽ അവരുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അവസ്ഥ കണ്ടാൽ ഞങ്ങളുടെ പെരയ്ക്കകത്ത് കയറണം. എന്നാലും അവസ്ഥയാണ് ഞങ്ങളുടെ അമ്മ കാട്ടിലേക്ക് കിടക്കുന്നു. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാണ്. കാര്യം ഇതൊരു പാലം പോലെ അവർ കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇത് ആടുന്നുണ്ട്. ഏറ്റത്തിൻ്റെ സമയത്ത് ഈ മുറിയിൽ വെള്ളം കയറും. പെരയ്ക്കുള്ളിൽ വെള്ളം കുറവായതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എന്നാലും വെള്ളം കിടക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു അമ്മയുടെ രോഗാവസ്ഥയിലും ഈ വെള്ളത്തിൽ കഴിയുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് കുട്ടനാട്ടിൽ ജീവിക്കുന്നുണ്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും. ഇത് അവരുടെ കിച്ചണാണ്. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അവർ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ഇത്രയും ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്നാലും 24 മണിക്കൂറും ഈ വെള്ളത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക്? അമ്മേനെ ഇട്ടുകൊണ്ട് പിന്നെ തണുപ്പ് താഴെ ഇറക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര പാട്. വെള്ളം പെരയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ നമ്മൾ പിന്നെയും പോട്ടെ എങ്ങനെങ്കിലും ജീവിക്കാൻ നോക്കി. ഇതല്ല, ഇത് ഭയങ്കര പാടാണ്. എങ്ങനെങ്കിലും ഒന്ന് വെള്ളം ഇറങ്ങി കിട്ടുമായിരുന്നെങ്കിൽ. ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുള്ളത്, മട വീണ പ്രദേശങ്ങളിൽ വീണ്ടും താമസിക്കുക എന്നാൽ, അവിടെ കഴിയുക എന്നാൽ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആ വീട് പോവല്ലോ. എത്ര വീടിപ്പം പോയി. ഇവിടെ മട വീണ മുഴുവൻ വീടുകളാണ് പോയിരിക്കുന്നത്. അതല്ല പൊറോലിയല്ല കൂടുതലും പോയിരിക്കുന്നത്. കാരണം ഈ നമ്മൾ കയറി ഇറങ്ങുന്ന ആ കടവിൻ്റെ ഭാഗത്ത് അയഞ്ഞു കിടക്കും. അവിടെ വലിയ പൊക്കവും കാണത്തില്ല കയറി ഇറങ്ങാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത് വെള്ളം പൊങ്ങി വരുമ്പം അതിലെ അള്ള വീഴുകയോ ലീക്കേജ് വരികയോ അത് ശ്രദ്ധിക്കാതെ വന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നീട് മട കുത്തിക്കഴിഞ്ഞാൽ അവിടെ ആ വീട് വെക്കുക ശാശ്വതമാണോ? വീട് ആ ഒരു നിലം അതിന് യോഗ്യമായിരിക്കുമോ? ഇല്ലില്ല. കാരണം മട കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം കുറ്റി സാധനങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാണ് നമുക്ക് അവിടെ വയ്ക്കാൻ നിൽക്കുന്നത്. ഇപ്പം തന്നെ ചെറുകാലിക്കാലി വടക്കച്ചിറ ശ്യാമള ഗോപിയുടെ വീട് പോയിട്ട് അവനോടൊരു വീട് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തൽക്കാലം ഒരു ഷെഡ് അടിച്ച് അവൻ അവിടെ കഴിയുന്നു. അതാണ് അവസ്ഥ. ഞാനിപ്പോൾ ഇറങ്ങി കാണിക്കാം. ഏകദേശം അങ്ങോട്ട് പോകും തോറും ആഴം കൂടിയാണ് വരുന്നത്.
ഏകദേശം ഇത്ര എത്തി, അവരുടെ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ മുട്ടിന് മുകളിൽ വെള്ളമായി. ഈ വീടിൻ്റെ അങ്ങോട്ട് പോകും തോറും ആഴം കൂടിക്കൂടി വരികയാണ്. ഈ വെള്ളം ഇപ്പോൾ മഴ ശമിച്ചു നിൽക്കുന്ന സമയത്ത് തോട്ടിൽ ആറ്റിൽ വെള്ളം ഇറക്കം തിരിച്ചിരിക്കുന്ന സമയത്തെ കാഴ്ചയാണിത്. ഇപ്പോഴും ഇതേ സ്ഥിതിയിലാണ് ഇവിടെ വെള്ളം ഈ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം പമ്പ് ഉപയോഗിച്ച് വെള്ളമകത്തേക്ക് കയറിയ ആ ഭാഗം മടയടച്ച് പമ്പ് ഉപയോഗിച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങി പോവുകയുള്ളൂ. സാധാരണ വേലി ഇറക്കത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ളവർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ തുടരുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉണ്ടോ? എങ്ങനെയുണ്ട്? മുറിക്കകത്ത് എന്തോരം വെള്ളമുണ്ട്? താഴെ വീട്ടിലെല്ലാം ആണോ? ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനാ? നിങ്ങൾ എത്ര പേരുണ്ട് മേളില്? 6 പേര്. എല്ലാ വീട്ടിലും വെള്ളമാണ്. ഇങ്ങോട്ട് പോകുന്ന ഇവിടെ ഇതോളമുണ്ട്. ഞങ്ങളുടെ വീട് ജനല് വരെ മുങ്ങി. ഞങ്ങൾക്ക് മേളിൽ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് നിൽക്കാനൊക്കത്തില്ല. നമ്മുടെ വീട്ടിലോട്ട് കയറണേ നമ്മുടെ പെടലിക്ക് ഒപ്പം വെള്ളമുണ്ട്. നമ്മുടെ 3 പൈസ ഇല്ലേ, അതിന്റെ ഇത്ര ഉള്ളു, ഒരു 4 പേരല്ലേ ഉള്ളു മുങ്ങ. സീറ്റ് എല്ലാം നനഞ്ഞ് വെള്ളത്തിൽ സാധനം നശിച്ചിരിക്കുവാണ്. വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റുമോ? ഇല്ല, മൊത്തം വെള്ളം എങ്ങനെ നിന്ന് ചെയ്യാനും നിറയെ വെള്ളം നിറഞ്ഞു കിടക്കും. ആഹാരം കഴിക്കുന്നതൊക്കെ എങ്ങനെ? ക്യാമ്പുകൾ വല്ലതും ഉണ്ടോ? ക്യാമ്പുണ്ട്. ക്യാമ്പ് ഇവിടെ ഇല്ല, സംഭവം വെച്ച് കഴിക്കാനായിട്ടില്ല. അതെ. ഭക്ഷണം എങ്ങനെ? അപ്പം ഭക്ഷണം നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കും. എല്ലാവരും അവിടെയാണോ? ആ, എല്ലാവരും. വീട് എന്തോരം വെള്ളമുണ്ട് വീട്ടിൽ? വീട്ടിൽ ഇത്രയും വെള്ളമുണ്ട്, അരയറ്റം വെള്ളം. സാധനങ്ങളെല്ലാം പൊക്കി വെച്ചിരിക്കും. പാടശേരി ആറുവങ്ക് പടത്ത് പിന്നെ ഒത്തിരി നഷ്ടങ്ങളാണ്. എന്നാന്ന് വെച്ചാൽ കട്ടിലും ഒക്കെ പൊക്കി വെച്ചാൽ അതിനേലും കൂടുതൽ വെള്ളം വന്നു. അതെല്ലാം നനഞ്ഞെന്ന് പറയണല്ലോ. കൊച്ചു ഇന്ന് നോക്കിയപ്പോൾ മൊത്തം നനഞ്ഞെന്ന്. എന്നാ ചെയ്യാൻ എവിടെയിട്ട് കൊണ്ട് വെക്കാനാ നമ്മൾ? ഇതാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ സ്ഥിതി. ഇപ്പൊ എത്ര ദിവസമായി ഈ മഴ വീണിട്ട്? ആര് എന്നെ സഹായം ചെയ്യുന്നത്? എങ്ങനെ കഴിയുന്നത്? എവിടെ കിടക്കുന്നു? തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും തിരക്കുന്നില്ല. അല്ലാതെ എന്നാ ചെയ്യുന്നെന്ന് ഇതുപോലെ ഈ ഒന്നെങ്കിൽ ഈ എല്ലാ പ്രാവശ്യവും പറയും, ഇത് കണ്ട ഒരു പ്രാവശ്യം വീണ് പോയതാ ഈ കാണുന്നത്. എത്ര വർഷങ്ങളായി? ആ താമസിച്ചിരുന്ന പെരയും സ്ഥലവും കൂടിയാണ് ഇട്ടിട്ട് പോയത്. അവിടെ എന്ത് ചെയ്യാനേ? അത്രയും വെള്ളത്തിൽ പിന്നെ ആ താന്ന് കിടക്കുക. അതിന് പൊക്കി ഒരു തവണ മഴ വീണ ആ ഭാഗത്ത് പിന്നെ വീട് വെക്കാനേ പറ്റില്ല. വെക്കാൻ പറ്റിയല്ലോ. എങ്ങനെ വെക്കില്ല? നമുക്ക് എന്തായി പോയില്ലേ? കാരണം വെക്കാൻ പറ്റില്ല. അത് ഉപേക്ഷിച്ചങ്ങ് പോവുകയാണ്. അതാണ് അവസ്ഥ. ഇതിപ്പോ ഇങ്ങനെ നിൽക്കണ കണ്ട ഈ വെള്ളം കണ്ടിട്ട് എനിക്ക് വിപ്രാളം കൊണ്ട് പോയി. ഇങ്ങനെ എനിക്ക് പേടി. അകത്തിരിക്കുക, കാറ്റ് വീശും. ചേച്ചി ചിരിച്ചുകൊണ്ടാണ് തൻ്റെ അവസ്ഥ നമ്മളോട് വിവരിച്ചത്. ചേച്ചി തണ്ണീർമുഖംകാരിയാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതെ, എത്ര ഓടി ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങോട്ട് മാറിയപ്പോൾ ചേച്ചി നമ്മളോടായിട്ട് വിളിച്ച് പറഞ്ഞ ചേച്ചി തണ്ണീർമുഖംകാരിയാണെന്നാണ്. 33 വർഷമായി കല്യാണം കഴിച്ച് വന്നിട്ട് അന്ന് തൊട്ടേ ഈ അവസ്ഥ തന്നെയാണ് ഇവിടെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് കുട്ടനാട്ടുകാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർക്ക് ഇതിനൊരു ശാസ്ത്രമായിട്ടുള്ളൊരു പരിഹാരം ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന പദ്ധതികൾ വേണ്ട രീതിയിൽ അത് നിർവഹിച്ചിരുന്നെങ്കിൽ, കുട്ടനാട് പാക്കേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധം അധികാരപ്പെട്ടവർ വേണ്ട വിധം അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ദുരന്തത്തിനുള്ളൊരു ശാശ്വത പരിഹാരമായിരുന്നേനെ എന്നാണ് പലരും ഞങ്ങളോട് പറഞ്ഞത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പുറംപടിന് വേണ്ട വീതിയും ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. ഉപജീവന മാർഗവും അവരുടെ ബാക്കിയുള്ള ജോലികളും എല്ലാം ഈ ഒരു പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. ഇവിടുന്നാണെങ്കിലും അവരെങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു മഴക്കാലം സമയത്ത് മാത്രമേ ഉള്ളൂ അവരുടെ ഈ ഒരു ദുരവസ്ഥയുള്ളൂ. അതിന് ശാശ്വതമായിട്ടുള്ളൊരു ബണ്ടുണ്ടെങ്കിൽ, ഒരു പുറംബണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ദുരിതം ഉറപ്പായിട്ടും മാറും. കാര്യം മട വീണ് നമ്മൾ കാണുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ കാഴ്ചകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ മട വീഴാത്ത പാടശേഖരങ്ങളുമുണ്ട് ആ പുറംബണ്ടിൻ്റെ ബലം മൂലം. എന്നാൽ അവിടെയും പുറംബണ്ടിന് വീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പുറംബണ്ടിൻ്റെ ശക്തിയിൽ ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്ന, പിടിച്ചു നിൽക്കുന്ന പാടശേഖരങ്ങൾ കുട്ടനാട്ടിൽ ഒരുപാടുണ്ട്.
തട്ടൊക്കെ കട്ടിലൊക്കെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കുമായിരുന്നു. 8 കല്ലിൻ്റെ പുറത്താണ് ഒരു കട്ടിൽ വെക്കുന്നത്. അന്നേരം എണ്ണാലും 32 കല്ലിൻ്റെ പുറത്താണ് നമ്മൾ ഒരു കട്ടിൽ വെക്കുന്നത്. ഞങ്ങൾ 2 പേരുടെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ എല്ലാം രക്ഷപ്പെട്ട് നിന്ന്. എന്താണെങ്കിലും നമുക്ക് പിന്നെ പ്രാഥമിക കാര്യങ്ങളിലൊക്കെ ഭയങ്കര തടസ്സമായിരിക്കുമല്ലോ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ, നമ്മൾ അനുഭവിക്കുകയല്ലേ. ഒരു വീട്ടിൽ താമസിക്കാൻ പോലും സ്ഥലം ഈ ഓരോരുത്തർ ആലപ്പുഴയിലും പൊങ്ങിയ സ്ഥലത്തൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ദുരിതങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതങ്ങളാണ് ഉണ്ടാകുന്നത്. കൃഷി ചെയ്യുന്ന ആളാണോ? ചെയ്യുന്ന ആളാണ്. ഈ പാടത്ത് കൃഷി ഉണ്ടായിരുന്നോ? പാടത്തുണ്ടായിരുന്നു. നാശനഷ്ടം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ കൊടുത്ത സമയമാണ്. അന്നേരമാണ് മട വീഴുന്നത്. ആദ്യം ഒരു ചെറിയ ഒലിപ്പുള്ളായിരുന്നു, പിന്നെ അങ്ങ് തട്ടി പോകുമായിരുന്നു. ഏത് സമയത്താ? രാത്രി സമയത്ത് വല്ലതും ആണോ മട? പകൽ ഉച്ച കഴിഞ്ഞ് ഒരു 4-4:30 ആയി വീണപ്പോൾ. ഈ കാണുന്ന വീടിന് വെള്ളം പറ്റിക്കഴിയുമ്പോൾ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി? പറ്റയല്ലേ വീണിരിക്കുന്നത്. അത് പറ്റിക്കഴിയുമ്പോൾ ആ വീട് ഒന്നെങ്കിൽ ഇരിക്കുകയോ അല്ലെ പൊട്ടുകയോ ഒക്കെ ചെയ്യും. ഇവിടെ ഉള്ളവരെല്ലാം പേടിച്ച് ഓടി പോകുമായിരുന്നു. ഇവിടെ ഉള്ളത് മട വീണ് കഴിഞ്ഞപ്പോൾ ഈ തൈ ഉൾപ്പെടെ കിടക്കുന്നു, കണ്ടോ? നാൽക്കാലികളെയൊക്കെ അവർ ബണ്ടിന് മുകളിലൊരു ചെറിയൊരു വിരി വലിച്ചു കെട്ടി അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ മഴ പൊതുവെ കുറവാണെങ്കിലും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളം വറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പാടാണ്. ഇത് സാധാരണ വെള്ളം കയറുന്ന അത്ര എളുപ്പത്തിൽ ഇവിടെ കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയാൽ അത് ഇറങ്ങിപ്പോകില്ല. അത് പുറംബണ്ട് പൊട്ടി വെള്ളം അകത്തേക്ക് കയറുന്ന ആ ഒരു വശം, മടയെന്ന് പറയുന്ന ആ ഒരു ഭാഗം കുത്തി അടച്ച് അതിനുശേഷം മോട്ടർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുകയേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ മഴ എത്ര ശമിച്ചാലും മോട്ടോർ ഉപയോഗിച്ച് പമ്പുകൾ ഉപയോഗിച്ച് വറ്റിക്കുന്നത് വരെ വെള്ളം നിലനിൽക്കും. ഇത് വരുന്ന സർക്കാരുകളൊന്നും തന്നെ ഈ പാടശേഖരങ്ങൾക്ക് വേണ്ട പുറം ഫണ്ടുകൾ കെട്ടാനോ അല്ല മറ്റുള്ള ഇതിനൊന്നും ആരും ഒരുങ്ങുന്നില്ല. പിന്നെ ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാർ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിൽ നിന്ന് കൊണ്ട് ഈ മണ്ടൊക്കെ കുത്തും. അത് ബലമാകത്തില്ല. അത് പിന്നെ അടുത്ത ഇത് വെള്ളപ്പൊക്കം വരുമ്പോൾ മട വീണ് പോകുന്നു, വെള്ളം കയറും. അപ്പോൾ എല്ലാവരും മേളിൽ കയറും. എന്തോരം സാധനങ്ങളാണ്, വാഴകളും തൈകളും അതുപോലെ എല്ലാം നശിക്കുകയല്ലേ. ഇനി ഒന്നേന്ന് ഈ പുരയിടങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കണം. വീടുകളാണെങ്കിൽ മൊത്തം തകരും. വെള്ളത്തിൽ കിടക്കുമ്പോൾ ഭിത്തിയെല്ലാം പോകും. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളാണ്. പിന്നെ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് പോകും. നല്ല തന്നെ എടുക്കും. ക്യാമ്പുകൾ വല്ലതും തുറന്നിട്ടുണ്ടോ? ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും എല്ലാം എവിടിട്ട് വെക്കാൻ പോലും ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. നല്ല വെള്ളമാണ് പോട്ടെ, പക്ഷെ ചെളി നിറഞ്ഞ് ചെളി പുരണ്ടിരിക്കുന്ന വെള്ളം, അങ്ങോട്ട് കാല് വെച്ചാൽ തന്നെ നമ്മുടെ കാല് പോലും നിലത്ത് ഉറച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആ റോഡ് അല്ലെങ്കിൽ ആ മുറ്റത്തൊക്കെ ഉള്ളത്. അങ്ങോട്ട് നടന്ന് കയറി അകത്തോട്ട് കയറി കഴിയുമ്പോൾ കാണുന്നത് ഓരോരോ കല്ലുകൾ വെച്ച് ഓരോരോ വസ്തുക്കൾ പൊക്കി വെക്കുകയാണ്. അതായത് ഫ്രിഡ്ജാകട്ടെ, ഒരു TV ആകട്ടെ, കട്ടിലാകട്ടെ, മേശയാകട്ടെ, എന്തു തന്നെ ആയാലും പൊക്കി വെക്കാനായിട്ടുള്ള കല്ല് തപ്പി ആളുകൾ നടക്കുന്നതാണ് കാണുന്നത്. പിന്നെ വെള്ളം കയറുന്നതനുസരിച്ച് വീണ്ടും കല്ലെടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദുരിതം നിറഞ്ഞൊരു ജീവിതമാണ് അവരുടെ വീടുകളിൽ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ഓരോ പാലത്ത് കൊണ്ട് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പാലം കവിയാറാകുമ്പോൾ വീണ്ടും അടുത്ത പാലം. അങ്ങനെ ദുരിതം നിറഞ്ഞ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരമില്ലേ സാറേ? ഇപ്പം ഈ പെരകളായി മട വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം ബണ്ടിന് വീതിയില്ല. അപ്പം നമുക്ക് ഗവൺമെൻറ് തലത്തിൽ അത് അതിൻ്റെ ഉൾസൈഡിലെ കല്ല് കെട്ടി ഒരു 3 മീറ്ററെങ്കിലും കിട്ടത്തക്ക രീതി കല്ല് കെട്ടി പൊക്കത്തൊക്കെ ഒരു സ്കീം ഉണ്ടായില്ലെങ്കിൽ ഈ കുട്ടനാട് ഇനി രക്ഷപ്പെടത്തില്ല. നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കീർത്തി ലോകമെമ്പാടും എത്തിയിട്ടുണ്ടെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ നാടിനെ വിദേശത്തുള്ളവർ പോലും വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം നമ്മുടെ കുട്ടനാടാണ്. ഇത്രയേറെ ടൂറിസത്തിന് സംഭാവന നൽകുന്ന ഒരു പ്രദേശം വേറെ ഉണ്ടോ എന്നും സംശയമാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം കുട്ടനാട്ടുകാരനായ ജിംസൺ ജോൺ എന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. വർഷാവർഷങ്ങളിൽ വെള്ളം തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ മാത്രം ഉയരേണ്ടതല്ല കുട്ടനാടിന് വേണ്ടിയുള്ള നിലവിളി. വെള്ളം മണ്ണിലും മനസ്സിലും കവിഞ്ഞൊഴുകുമ്പോൾ മാത്രം രൂപപ്പെടേണ്ടതല്ല കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തനങ്ങൾ. ഈ കാലത്ത് ഭൂമിക്കപ്പുറം ജീവനില്ലാത്ത മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോലും ആളുകളെ കയറ്റിവിടാൻ സാധിക്കുന്ന ഇക്കാലത്ത് കുട്ടനാടിൻ്റേതിന് സമാനമായ ഭൂപ്രകൃതിയുള്ള മറ്റിടങ്ങളിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കുട്ടനാട്ടിലും ഇതൊക്കെ സാധിച്ചുകൂടാ? അതിനിതൊരു അടിസ്ഥാന ആവശ്യമായി വേണ്ടപ്പെട്ടവർക്ക് തോന്നണം.
രാഷ്ട്രീയത്തിനപ്പുറം അതിജീവന ആവശ്യമായി നിലനിൽപ്പിന്റെ പ്രശ്നമായി ഏറ്റെടുക്കാൻ നട്ടലുള്ള നല്ല തന്റേടമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണം. ഇച്ഛാശക്തിയുള്ള കുട്ടനാടിന്റെ നാടിയിടിപ്പ് അറിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ടാവണം. വെള്ളപ്പൊക്കത്തിന്റെ അലയടികൾക്കപ്പുറം അവസാനിക്കാത്ത ഓളങ്ങളുള്ള പ്രായോഗികമായ എല്ലാ പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാവണം. അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തും വരേക്കും അതിനെ പിന്തുടരാൻ തയ്യാറായി മുന്നിട്ടിറങ്ങുന്ന തൽപര കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കുട്ടനാട്ടുകാരുടെ കൂട്ടായ്മകൾ ഉണ്ടാവണം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സ്വർഗം കൂടുതൽ ഭംഗിയോടെ ആളുകളെ എന്നും മാടി വിളിക്കുന്ന സുന്ദരിയായി നിലകൊള്ളട്ടെ. കുട്ടനാട്ടുകാരൻ ജിംസൺ ജോണിനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ ഇനിയും ഉയരട്ടെ. കുട്ടനാടിൻ്റെ അവസ്ഥയ്ക്ക് അവരുടെ തീരാ നൊമ്പരത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവട്ടെ.